അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഫലസ്തീനിൽ ഇസ്രായേൽ രാഷ്ട്രം നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ പല രൂപത്തിലും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഫലസ്തീൻ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഭൗതികമായ സഹായങ്ങളും അതുപോലെ തന്നെ വിശ്വാസികളായ അനേക ലക്ഷം ആളുകളുടെ പ്രാർത്ഥനകളും ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ ഇന്നും സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വല്ല ചർച്ചയിലും ഹമാസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിമർശിക്കുന്ന ആളുകളെ ഇസ്രായേൽ പക്ഷത്ത് നിർത്തിക്കൊണ്ട് യഹൂദ സയനിസ്റ്റ് ഏജൻറ്റുമാരായി മുദ്രകുത്തുന്ന, അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയോട് കൂറ് പ്രഖ്യാപിക്കാത്ത, മുസ്ലിം ഉമ്മത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളായി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവികളും പ്രവർത്തകരും ഇന്ന് സലഫികൾക്ക് നേരെ ഏറെ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരോട് ആദ്യമായി തന്നെ പറയട്ടെ, സലഫികൾ ഹമാസിന് നേരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് തീർത്തും ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെയാണ്. വൈകാരികമായിക്കൊണ്ട് ഒരു വിഭാഗം ആളുകളെ ഒരു കാരണവുമില്ലാതെ വിമർശിക്കാൻ മാത്രം അന്ധമായ ഒരു പക വെച്ച് പുലർത്തുന്ന ആളുകളല്ല സലഫികൾ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഭൗതിക താല്പര്യം മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഭൗതിക കാര്യം നേടിയെടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ശൈലിയല്ല സലഫിയത്തിൻ്റെ വാഹകരായ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഹമാസ് എന്താണ് എന്നും നിലവിൽ ഹമാസ് എന്ന പ്രസ്ഥാനത്തെ സലഫികൾ എങ്ങനെയാണ് ഫലസ്തീനിൽ നോക്കിക്കാണുന്നത് എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം ഹമാസിനെക്കുറിച്ച്, അവർ പ്രഖ്യാപിച്ച അവരുടെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ച അവരുടെ പുസ്തകങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈജിപ്തിലെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഷെയ്ഖ് അഹമ്മദ് യാസീൻ 1979 തൻ്റെ സഹപ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് അൽ മജ്മഉൽ ഇസ്ലാമി എന്ന സംഘടന ഫലസ്തീനിൽ രൂപീകരിച്ചപ്പോൾ 1987 ഡോക്ടർ അബ്ദുൽ അസീസ് റങ്കിസിയുമായി ചേർന്ന് ഹമാസ് അഥവാ ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദിസും ഒക്കെ മോചിപ്പിച്ചെടുക്കുക എന്ന മാത്രമായിരുന്നോ ഹമാസ് എന്ന സംഘടന ലക്ഷ്യം വെച്ചത്? അല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഹമാസിൻ്റെ ചരിത്രവും അവരുടെ പ്രവർത്തന പരിപാടികളും പ്രതിപാദിക്കുന്ന ഒരു സമഗ്ര പഠനമായി ജമാഅത്തെ ഇസ്ലാമിയുടെ IPH 2012 പരിചയപ്പെടുത്തിയ ഹമാസ് സമരവും സന്ദേശവും എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥം രചിച്ചത് സൗദി അറേബ്യയിലെ അറബ് ന്യൂസ് ദിനപത്രത്തിൻ്റെ കേരള ലേഖകനായിരുന്ന 2006 മാർച്ച് മുതൽ ഖത്തറിലെ ദി പെനിൻസുല എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ സഹപത്രാധിപരായി ജോലി ചെയ്ത, മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആനുകാലികങ്ങളിൽ സ്ഥിരമായി എഴുതുന്ന PK നിയാസ് സാഹിബാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഹമാസ് സമരവും സന്ദേശവും എന്ന ആ ഒരു ഗ്രന്ഥത്തിൽ വളരെ ആധികാരികമായി തന്നെ ഓരോന്നിനും അതിൻ്റേതായ റെഫറൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്താണ് ഹമാസ് എന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നുമൊക്കെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ 32ാമത്തെ പേജിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: അറബ് ലോകത്ത് ശക്തമായ വേരുകളുള്ള മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിൻ്റെ ഭൂമികയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയായി ഹമാസ് വളർന്നു. അറബ് മുസ്ലിം നാടുകളിൽ നിലനിൽക്കുന്ന ഏകാധിപത്യ രാജാധിപത്യ വാഴ്ചകളെ പിഴുതുമാറ്റി ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നതും ഹമാസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നു. അധിനിവിഷ്ട ഫലസ്തീൻ മണ്ണ് മോചിതമാകുന്നതിലൂടെ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്കുള്ള പാത തുറന്നു കിട്ടുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. മുസ്ലിംകളെ ദേശീയാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ സയനിസ്റ്റുകളും കുരിശിൻ്റെ വക്താക്കളും നടത്തിവരുന്ന ഗൂഢാലോചനയാണ് ദേശീയത എന്നും അത്തരം കെണികളിൽ വീണുപോകരുതെന്നും തെഹ്റാൻ സർവകലാശാല വിദ്യാർത്ഥികളുമായി സംവദിക്കവേ ഹമാസ് പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇത് ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചിട്ടുള്ളത്. ജനാധിപത്യത്തെ അംഗീകരിക്കാത്തതുപോലെ തന്നെ ഏകാധിപത്യത്തെയും രാജാധിപത്യത്തെയും ജമാഅത്തെ ഇസ്ലാമിയും ഇഖ്വാനുൽ മുസ്ലിമൂനും ഒന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അറബ് മുസ്ലിം നാടുകളിൽ നിലനിൽക്കുന്ന ഏകാധിപത്യ രാജാധിപത്യ വാഴ്ചകളെ പിഴുതുമാറ്റണം
എങ്കിൽ മാത്രമാണ് ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഹമാസ് പ്രഖ്യാപിക്കുന്നത്. അത് നടപ്പിലാകണമെങ്കിൽ, അതായത് ഈ രാജവാഴ്ചകളെയൊക്കെ അവസാനിപ്പിച്ച് സൗദി അറേബ്യയിലെയും UAE-യിലെയും ബഹ്റൈനിലെയും ഒക്കെ ഭരണ സംവിധാനങ്ങൾ പിഴുതുമാറ്റി അവർ വിഭാവനം ചെയ്യുന്ന ഒരു ക്ഷേമരാഷ്ട്രം അവിടെ സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ അത് ഹമാസിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ ലക്ഷ്യം നടപ്പിലാക്കണമെങ്കിൽ എന്തു ചെയ്യണം? അധിനിവിഷ്ട ഫലസ്തീൻ മണ്ണ് മോചിതമാകുന്നതിലൂടെ മാത്രമാണ് ഈ ലക്ഷ്യത്തിലേക്കുള്ള പാത തുറന്നു കിട്ടുകയുള്ളൂ എന്ന് ഈ കൂട്ടരൊക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ കോലാഹലങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഖത്തറിൽ ഉയരങ്ങളിലിരിക്കുന്ന ഹമാസിൻ്റെ നേതാവായ ഇസ്മായിൽ ഹനിയയാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ പോയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഇറാനിലെ ടെഹ്റാനിൽ വെച്ചുകൊണ്ടാണ്. അവിടുത്തെ ഷിയ വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ടാണ് ഇസ്മായിൽ ഹനിയ ഈ കാര്യം സംസാരിക്കുന്നത്. 2006 ദി ഗാർഡിയൻ പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ വന്ന വാർത്ത ഇതിൻ്റെ റെഫറൻസ് ആയിക്കൊണ്ട് IPH ലേഖകൻ PK നിയാസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസിൻ്റെ ആധികാരികത പരിശോധിക്കാനായി ഓൺലൈൻ എഡിഷനിലെ ആ വാർത്ത ഞാൻ പരിശോധിച്ചപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ മറ്റൊരു പ്രസ്താവന കാണാൻ സാധിച്ചു. പത്രം നൽകിയ വാർത്ത ഇങ്ങനെയാണ്: ദ ഇസ്രായേലീസ് assume the Palestinian nation is alone. This is an illusion. We have a strategic depth in the Islamic Republic of Iran. This country, Iran, is our powerful, dynamic and stable depth, he said. ഇതാണ് വാർത്തയിലുള്ളത്. അതായത് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ 2006 ഷിയാക്കളുടെ മുമ്പിൽ ഇറാനിൽ പോയിക്കൊണ്ട് പറയുകയാണ്, അവർ അഥവാ ഇസ്രായേൽ കരുതുന്നത് ഫലസ്തീൻ രാഷ്ട്രം ഒറ്റക്കാണെന്നാണ്. അതൊരു മിഥ്യയാണ്. ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി ഞങ്ങൾക്ക് തന്ത്രപ്രധാനമായ നിലക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്. ശക്തവും ചലനാത്മകവും സുസ്ഥിരവുമായ ആഴമാണ് ഈ രാജ്യവുമായിട്ട് ഇറാനുമായിട്ട് ഞങ്ങൾക്കുള്ളത് എന്നാണ് ഇസ്മായിൽ ഹനിയ അവിടെ പോയി സംസാരിച്ചത്. ഷിയാക്കളുടെ മുമ്പിൽ പോയിക്കൊണ്ട് ഹമാസിൻ്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയാൻ, അല്ലെങ്കിൽ ഇറാനും ഷിയായിസവും ഹമാസും ഒക്കെ ഏത് രൂപത്തിലാണ് പരസ്പരം ബന്ധമുള്ളത് എന്നതിനെക്കുറിച്ച് അറിയാൻ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹമാസ് രൂപീകരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്തിലെ കെയ്റോ കേന്ദ്രമായി ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദ് എന്ന പേരിൽ ഒരു പോരാട്ട സംഘടന പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആ ജിഹാദി സംഘത്തിൻ്റെ ഫലസ്തീൻ ഘടകമായിട്ടാണ് ഫത്ഹി അൽ ഷഖാഖിയുടെ നേതൃത്വത്തിൽ അബ്ദുൽ അസീസ് അൽ ഔദയുമായി ചേർന്നുകൊണ്ട് ഫലസ്തീനിൻ്റെ മണ്ണിൽ പല രൂപത്തിലുള്ള സായുധ പോരാട്ടങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുന്നത്. എവിടെ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു പോരാട്ടത്തിന് പ്രചോദനം ലഭിച്ചത് എന്ന കാര്യം അറിയുമ്പോഴാണ് അവരുടെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ കെട്ടുപോയ ആ ചൈതന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹമാസ് സമരവും സന്ദേശവും എന്ന അതേ ഗ്രന്ഥത്തിൽ അതിൻ്റെ 23-ാമത്തെ അതുപോലെ തന്നെ 24-ാമത്തെയും പേജുകളിൽ നമുക്ക് ഈ കാര്യങ്ങൾ വായിക്കാൻ സാധിക്കും. അവർ പറയുകയാണ്, ഹമാസിൻ്റെ രൂപീകരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെയ്റോ കേന്ദ്രമായി ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദ് എന്ന പോരാട്ട സംഘടന പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ഫലസ്തീൻ ഘടകമായാണ് ഗസ ആസ്ഥാനമായി ഇസ്ലാമിക് ജിഹാദ് രൂപം കൊണ്ടത്. ഗസയിലെ സ്ഥാപക നേതാവ് ഫത്ഹി അൽ ഷഖാഖി കെയ്റോയിലെ പഠനകാലത്ത് ഇഖ്വാൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. 1979 ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ അരങ്ങേറിയ ഇസ്ലാമിക വിപ്ലവം മുസ്ലിം ലോകത്തെ പോരാട്ട പ്രസ്ഥാനങ്ങൾക്ക് ആവേശം പകർന്ന നാളുകളിൽ ഖുമൈനി ഇസ്ലാമിക പരിഹാരവും ബദലും അൽ ഖുമൈനി അൽ ഹല്ലുൽ ഇസ്ലാമി വൽ ബദൽ എന്ന ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയും ഇഖ്വാൻ്റെ പ്രവർത്തന ദിശ മാറണമെന്ന് പരസ്യമായി പ്രചാരണം നടത്തുകയും ചെയ്ത ഷഖാഖിയെ നേതൃത്വവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സംഘടനയിൽ നിന്ന് ഒഴിവാക്കി. ഫലസ്തീനിൻ്റെ മോചനത്തിന് ഇഖ്വാൻ സായുധ പോരാട്ട മാർഗം സ്വീകരിക്കാത്തതിലായിരുന്നു ഷഖാഖിയുടെ പ്രതിഷേധം. അക്കാലത്ത് ഈജിപ്തിൽ വിദ്യാർത്ഥിയായിരുന്ന ഫലസ്തീൻകാരനായ അബ്ദുൽ അസീസ് അൽ ഔദയുമായി ചേർന്നാണ് പോരാട്ട സംഘടനയ്ക്ക് ഷഖാഖി നേതൃത്വം കൊടുത്തത്. ഗസയിൽ തിരിച്ചെത്തിയ ഷഖാഖി ആശയ പ്രചാരണം ശക്തമാക്കി. നിരവധി യുവാക്കൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ഇസ്രായേൽ വിരുദ്ധ സായുധ പോരാട്ടത്തിന് സന്നദ്ധരായി രംഗത്തു വന്നു. അപ്പോൾ ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവം, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഭാഷയിൽ ഇസ്ലാമിക വിപ്ലവം, ഈ പോരാട്ട സംഘങ്ങൾക്കൊക്കെ ആവേശം നൽകിയെന്നാണ്. ആ ആവേശത്തിൻ്റെ പേരിലാണ് പല രാജ്യങ്ങളെയും അട്ടിമറിക്കാൻ ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സംഘമാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടനയും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
എന്നാൽ ഹമാസ് എന്ന ഈ ഒരു പേര് സ്വീകരിച്ചതിൻ്റെ പുറകിലുള്ള അവരുടെ തന്ത്രം എന്തായിരുന്നു എന്ന് അതുകൂടി നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണ്. ഷെയ്ഖ് അബ്ദുൽ ഫത്താഹ് ദുഖാൻ ആ കാര്യം പറയുന്നത് ഹമാസ് സമരവും സന്ദേശവും എന്ന അതേ ഗ്രന്ഥത്തിൻ്റെ 29-ാമത്തെ പേജിൽ എടുത്തു പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് വായിക്കാം. ഷെയ്ഖ് അബ്ദുൽ ഫത്താഹ് ദുഖാൻ പറയുന്നു, ഹമാസ് എന്ന പേര് വലിയ ഭീഷണി ഉയർത്തുന്നതല്ല. ഇസ്രായേലുകൾക്കിടയിൽ ഒരു സൈനിക സംഘടനയാണെന്ന പ്രതിച്ഛായ ഉണ്ടാവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മാത്രമല്ല, വിദേശത്ത് താമസിക്കുന്ന ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രവർത്തകർക്കെതിരെ അടിച്ചമർത്തൽ നടപടിയും അറബ് ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങൾക്കെതിരെ പ്രതികൂല നിലപാടും ഇല്ലാതാക്കാൻ ഇത് ആവശ്യമായിരുന്നു. ചാർട്ടറിൽ വ്യക്തമാക്കിയതുപോലെ ഹമാസ് ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്. ഇഖ്വാനുമായി മാത്രമല്ല, മുഴുവൻ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘടനകളും അവരെ പിന്തുണക്കുന്നവരുമായും അടുപ്പം പുലർത്തുന്ന സംഘടനയായാണ് ഹമാസിന് ഞങ്ങൾ രൂപം നൽകിയത്. അപ്പോൾ സഹോദരങ്ങളെ, ഹമാസിൻ്റെ ലക്ഷ്യം ഖുദ്സിൻ്റെ വിമോചനം മാത്രമല്ല, അതിലൂടെ അറബ് മുസ്ലിം നാടുകളിൽ നിലനിൽക്കുന്ന ഏകാധിപത്യ രാജാധിപത്യ വാഴ്ചകളെ അട്ടിമറിക്കലാണ്. അതിന് ഒരു പോരാട്ട സംഘം അനിവാര്യമായിട്ടും ആവശ്യമാണ്. അത് ഹമാസിലൂടെ അവർ രൂപപ്പെടുത്തിയെടുക്കുകയും ഫലസ്തീനിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിംകളുടെ ഒരു പൊതുവികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീൻ മണ്ണിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളെയെല്ലാം ഹമാസിന് പിന്തുണ ലഭിക്കുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ അവർ ഏറെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അറബ് നാടുകളിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതേ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. സഹോദരികളെ, നിങ്ങളൊന്ന് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു ആനുകാലികമായിട്ടുള്ള സാഹചര്യത്തിൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹമാസിനെ ഇസ്ലാമികമായി ചിത്രീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ എത്രയെത്ര പള്ളി മിമ്പറുകളാണ് അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും അധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുള്ള ഹമാസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കേവലം ഫലസ്തീൻ മണ്ണിൻ്റെ മോചനവുമായി മാത്രം ബന്ധിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് സലഫികൾ ഹമാസിന് നേരെ കഴമ്പുള്ള പല വിമർശനങ്ങളും എപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിമർശനം ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിലേക്ക് കടന്നു ചെന്ന് സാധാരണക്കാരെ കൊല്ലുന്നതും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബന്ദികളായി പിടിക്കുന്നത്, ഇവിടെയൊക്കെ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പാലിക്കേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം സ്വീകരിച്ച ആളുകളെപ്പോലെ സ്റ്റാലിനും ചെഗുവേരയും ഒക്കെ സ്വീകരിച്ച മാർഗമല്ല ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയെടുക്കാൻ, അതല്ലെങ്കിൽ തങ്ങളുടെ ആദർശം അടിച്ചേൽപ്പിക്കാൻ പല മാർഗങ്ങളും അവർ സ്വീകരിക്കും. കാരണം നമുക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു പ്രമാണം അവരുടെ മുമ്പിലില്ല. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധരംഗത്ത് പോലും പാലിക്കേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരായ ആളുകളെയും കൊലപ്പെടുത്താൻ പാടില്ല എന്ന വിഷയം അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹ്യൂമൻ റൈറ്റ്സിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് 2023 ഒക്ടോബർ 7 സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരായ ആളുകളെയും ഒക്കെ കൊലപ്പെടുത്തിക്കൊണ്ട് ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണം അത് തീർത്തും ഇസ്ലാമികമല്ല, ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയാൻ ഇസ്ലാം ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ നയതന്ത്രപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പദവിയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളുകളൊക്കെ ഹമാസ് ചെയ്ത ഈ നീക്കത്തെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഹമാസിനെയും ഇസ്രായേലിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഫൈസൽ രാജാവിൻ്റെ മകൻ എക്സ് ഡിപ്ലോമാറ്റ് കൂടിയായിരുന്ന പ്രിൻസ് തുർക്കി അൽ ഫൈസൽ അദ്ദേഹം രംഗത്ത് വന്നത് നമ്മളൊക്കെ വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദർ വേർ നോ ഹീറോസ്, ഒൺലി വിക്ടിംസ് എന്നാണ് അദ്ദേഹം ഈ യുദ്ധത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ തുർക്കി പ്രസിഡന്റ് ഇർദോഗാനും ഇതേപോലെ സാധാരണക്കാരുടെ മേലുള്ള അതിക്രമത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വിമർശനം നടത്തുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണകോണിലൂടെ ഈ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അവരൊക്കെ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പക്ഷക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി 2023 ഒക്ടോബർ 7 ശേഷമുള്ള കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഫലസ്തീൻ ജനതയെ ഇസ്രായേൽ തിരിച്ചടിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയുടെ യാതനകൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വേദനകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് പാർപ്പിടമില്ല,
അവരുടെ പിതാക്കളും മാതാക്കളും മക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതു നേരത്തും തങ്ങളുടെ നേരെ പതിക്കാവുന്ന ബോംബാക്രമണങ്ങൾ. ഈ ഭയാനതകളുടെ മുൾമുനയിലാണ്, ഒരു വലിയ ഭീതിയിലാണ് ആ ഒരു സമൂഹം ജീവിക്കുന്നത്. അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നത് 2 ഓപ്ഷനുകളാണ്. ഒന്നുകിൽ അവർ അവിടെ നിന്നും പലായനം ചെയ്യണം, അതല്ല എങ്കിൽ അവർ പൊരുതി മരിക്കാൻ തയ്യാറാകണം. ഇതാണ് അവരുടെ മുമ്പിലുള്ള 2 വഴികൾ. ജനിച്ച നാടും വീടും മണ്ണും ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യണമെങ്കിൽ അതിനും സാധിക്കാതെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഫലസ്തീനിലെ ജനങ്ങളുള്ളത്. അപ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ വീടും നാടുമൊക്കെ കടന്നാക്രമിക്കുന്ന, തങ്ങളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ അന്ധകരായി മാറാൻ സാധ്യതയുള്ള ഇസ്രായേൽ സൈന്യത്തെ നേരിടുക എന്ന് പറയുന്നത് അത് അവിടെ ജീവിക്കുന്ന ഓരോ പൗരനും നിർബന്ധമായി വരുന്ന ബാധ്യതയായി തീർന്നു എന്നർത്ഥം. അതിലേക്ക് ഹമാസ് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു സന്ദർഭത്തിൽ അവർ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള വിഷയത്തിൽ സംശയമില്ല. ക്രിസ്ത്യാനികളും മുസ്ലിംകളും കമ്മ്യൂണിസ്റ്റുകാരും ഹമാസികളും അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ ഒരു മുന്നേറ്റത്തെ ആരും കുറ്റം പറയുകയില്ല. മൃഗങ്ങൾ പോലും ഇത്തരം ഘട്ടത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവം. മുട്ടയിൽ നിന്നും വിരിഞ്ഞ് പുറത്തേക്ക് വന്ന കോഴിക്കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒന്ന് അടുത്തുപോയി തൊടാൻ ശ്രമിച്ചാൽ ആ തള്ളക്കോഴി കാണിക്കുന്ന ഒരു വികാരമുണ്ടല്ലോ, അതിനേക്കാളുമൊക്കെ അപ്പുറമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ തെരുവിലിട്ടുകൊണ്ട് മൃഗീയമായിട്ട് ആക്രമിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നരനായാട്ടിനോടുള്ള പ്രതികരണം. ആ പ്രവർത്തനങ്ങളെ ആ നാട്ടിലുള്ള ജനങ്ങൾ അവരെല്ലാവരും കൂടി പ്രതിരോധിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു വന്ന ആളുകൾ അവർ ആരാണ് എങ്കിലും അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കുക എന്നുള്ളത് അത് നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ്. അവിടെ ഒരു പ്രതിരോധത്തിന് ക്രിസ്ത്യാനികൾ നേതൃത്വം നൽകിയാലും കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകിയാലും ഹമാസ് നേതൃത്വം നൽകിയാലും വിഷയം ആ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിമിതപ്പെടണം എന്ന് മാത്രം. എന്നാൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹമാസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഷിയായിസവും ഇറാൻ പ്രേമവും ഒക്കെ ഇറക്കുമതി ചെയ്യാനാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ ഫലസ്തീൻ യുദ്ധത്തിൻ്റെ മറവിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അത് മുസ്ലിം ഉമ്മത്തിനെ അപകടത്തിൽ ചാടിക്കാനുള്ള പരിശ്രമമാണ്. ഇവിടെ ഞാൻ സംസാരിച്ചത് ഹമാസിൻ്റെയും ഷിയാക്കളുടെയും കുഫറിനെ കുറിച്ചല്ല, അവർ ചെയ്യുന്ന ബിദ്അത്തുകളെ കുറിച്ചല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ അജണ്ടകളെ കുറിച്ചാണ് ഇവിടെ ഞാൻ സംസാരിച്ചത്. അതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ ഹമാസിനെ പുലിക്കുട്ടികളാണ്, ചുണക്കുട്ടികളാണ് എന്നൊക്കെയുള്ള വികാരം നിറഞ്ഞ വാക്കുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഒരുക്കിയ കെണിയിലേക്ക് പോയി ആരും ചാടരുത് എന്നാണ് വിനീതമായി എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.